Hi everyone. Social Science ജിയോഗ്രഫിയിലെ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് എന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഏതൊക്കെയാണ്? അഡ്വെക്ഷൻ, കൺവെക്ഷൻ, അതേപോലെ ടെറസ്ട്രിയൽ റേഡിയേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു 4 പ്രോസസ്സസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ഷെയർ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഹീറ്റ് ബഡ്ജറ്റ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കിയത് പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ, അതേപോലെ ഇൻസുലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. സോ ടുഡേ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഹീറ്റ് ബഡ്ജറ്റ്. ഓക്കെ, ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. As you know, the term budget implies the balance between income and expenditure. നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ബജറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് the term budget implies the balance between income and expenditure. അതായത് ഇൻകത്തിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും ഒരു ബാലൻസ്, അല്ലെങ്കിൽ വരവിന്റെയും ചെലവിന്റെയും ഒരു ബാലൻസിനെയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇൻകം എക്സ്പെൻഡിച്ചറും ഒരു തുല്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ബജറ്റ്. സിമിലർലി ദി ബാലൻസ് ബിറ്റ്വീൻ ഇൻസോലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ്. ഓക്കെ, നമ്മളിവിടെ എക്കണോമിക്സ് അല്ലല്ലോ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ് അല്ല, അല്ലേ? അപ്പോൾ ഇവിടെ ഹീറ്റ് ബജറ്റ് ആണ്, സാധാ ബജറ്റ് അല്ല. അപ്പൊ എന്താ ഹീറ്റ് ബജറ്റ്? The balance between insolation and terrestrial radiation is called a heat budget. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഇൻസോലേഷൻ, എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. വാട്ട് ഈസ് ഇൻസോലേഷൻ? ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക്, the solar energy reaches earth in the form of short waves. This is called insolation. സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന എനർജിയാണ് എന്ത്? ഇൻസോലേഷൻ എന്ന് പറയുന്നത്. അത് ഷോർട്ട് വേവ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നതിനെ നമ്മൾ ഇൻസോലേഷൻ എന്ന് വിളിക്കുന്നു. അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിനെ നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നും വിളിക്കുന്നു, അല്ലേ? ഇതാ, ദി റേഡിയേഷൻ ഓഫ് എനർജി ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ബാക്ക് ടു ദി ഔട്ടർ സ്പേസ് ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ് ഈസ് കോൾഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇവിടേക്ക് എത്തിയിട്ടുള്ള എനർജി മുഴുവൻ റേഡിയേറ്റ് ചെയ്യാണ്, തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. ഇവിടേക്ക് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്, നമ്മുടെ സർഫസിൽ നിന്ന് ബാക്ക് ടു ദി ഔട്ടർ സ്പേസിലേക്ക്, ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോവുകയാണ്. എങ്ങനെയാ പോകുന്നത്? ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ് ഈസ് കോൾഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ലോങ് വേവ്സ് ആയിട്ട്. അപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഇൻസോലേഷൻ ഷോർട്ട് വേവ്സും, തിരിച്ചു പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ് വേവ്സും ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസിങ് ആണ്, ഈ ഒരു ഇൻസോലേഷന്റെയും ടെറസ്ട്രിയൽ റേഡിയേഷന്റെയും ഒരു ബാലൻസിനെയാണ് നമ്മൾ ഹീറ്റ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലുക്ക് അറ്റ് ദി പിക്ചർ. ഈ ഒരു ചിത്രം നോക്കുക, ഹീറ്റ് ബജറ്റിനെ കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. നോക്കാം. അപ്പൊ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇൻസുലേഷനും പിന്നെ ഓരോരോ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിന് മുന്നേ നമുക്ക് താഴെയുള്ള ഒരു സെന്റൻസ് വായിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, സോ ഇഫ് വി കൺസിഡർ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ റീച്ചിങ് ദി ഔട്ടർ സർഫസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആസ് 100 units, about 35 units of energy are reflected back by the atmosphere. അതായത് സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു ഇൻസുലേഷനെ നമ്മൾ 100 യൂണിറ്റ് ആക്കി പരിഗണിക്കുകയാണെങ്കിൽ, ഒരു 100 യൂണിറ്റ് 100 യൂണിറ്റ് സോളാർ എനർജിയാണ് ഇങ്ങോട്ട് റീച്ച് ചെയ്യുന്നത് എങ്കിൽ, ഇൻസുലേഷനിലൂടെ ഇങ്ങോട്ട് വരുന്നത് എങ്കിൽ, ആ 100 യൂണിറ്റ്സിനെ നമുക്ക് പിന്നെ ഓരോ യൂണിറ്റ് എങ്ങനെയൊക്കെ പോകുന്നു, എത്ര യൂണിറ്റുകൾ എങ്ങനെയൊക്കെ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ആ 100 യൂണിറ്റിൽ അബൌട്ട്
35 units of energy are reflected back by the atmosphere. നോക്കാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോളാർ എനർജി ഇൻസോലേഷൻ ഇങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 35%. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം ശ്രദ്ധിക്കാം. അറ്റ്മോസ്ഫിയർ റിഫ്ലക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 35% കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻസോലേഷൻ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഈ ഒരു സോളാർ എനർജിയിൽ ഒരു 35%ഉം അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ സർഫസിലേക്ക് വരാതെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോവാണ്. ഓക്കെ, അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്, മടങ്ങി പോവാണ്, നമ്മുടെ സർഫസിലേക്ക് എത്തുന്നില്ല, അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുകയാണ്, അറ്റ്മോസ്ഫിയർ റിഫ്ലക്ട്സ്. ഓക്കെ, അപ്പൊ അത് ഒരു 35% അവിടെ അങ്ങനെ ഒരു ലോസ് വന്നു. ദെൻ ശ്രദ്ധിക്കുക, look at the following table to see how the remaining 65 units of energy are distributed. അപ്പോൾ 100 യൂണിറ്റിൽ 35 യൂണിറ്റ്സ് എന്തായി, അറ്റ്മോസ്ഫിയറിൽ വെച്ച് റിഫ്ലക്ട് ചെയ്ത് പോയി. അപ്പൊ ബാക്കി എത്രയുണ്ടാവും, ബാക്കി 65 യൂണിറ്റ്സ് ആണ്. 65 പ്ലസ് 35 100 യൂണിറ്റ് അല്ലെ. അപ്പോൾ 35 യൂണിറ്റ്സ് അങ്ങനെ പോയി. ബാക്കി 65 യൂണിറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത്, എങ്ങനെയൊക്കെയാണ്, എവിടേക്കൊക്കെയാണ് അബ്സോർബ് ചെയ്യപ്പെട്ടത് എന്ന് അറിയാൻ വേണ്ടി ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ വേണ്ടി പറയാം. അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ചിത്രം തന്നെ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ആ ചിത്രം തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഓരോന്നും മാർക്ക് ചെയ്ത് തന്നെ കാണിക്കാം. ഓക്കെ, സോ ഇൻസോലേഷൻ, സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന എനർജിയാണ് ഇത് ഇൻസോലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസോലേഷൻ. ഓക്കെ, ആ ഇൻസോലേഷൻ 100 യൂണിറ്റ് ആയി ഇങ്ങോട്ട് വരുന്ന ടോട്ടൽ എനർജി നമ്മൾ 100 യൂണിറ്റ് ആയി പരിഗണിക്കുകയാണെങ്കിൽ ആ 100 യൂണിറ്റിൽ 35 യൂണിറ്റ്സ് എന്തായി പോയി, അറ്റ്മോസ്ഫിയർ റിഫ്ലക്ട് ചെയ്ത് പോയി. ഓക്കെ, അന്തരീക്ഷത്തിൽ തന്നെ അന്തരീക്ഷം എന്ത് ചെയ്തു, പ്രതിഫലിപ്പിച്ചു, നമ്മുടെ എർത്ത് സർഫസിലേക്ക് വരുന്നില്ല, ഇവിടെ വെച്ച് അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ റിഫ്ലക്ട് ചെയ്ത് പോയി. പിന്നെയുള്ള ഒരു 65 യൂണിറ്റ്സ് ആണ്. ഓക്കെ, 65 യൂണിറ്റ്സ് ആണ്. ആ 65 യൂണിറ്റ്സിൽ 51 യൂണിറ്റ്സ് എന്തായി, അബ്സോർബ്ഡ് ബൈ ദി എർത്ത് സർഫസ്, നമ്മുടെ ഭൂമിയുടെ ഉപരിതലം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണും കല്ലും പർവ്വതങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ സർഫസ്, ആ സർഫസിലേക്ക് 51 യൂണിറ്റ് എന്ത് ചെയ്തു, റീച്ച് ചെയ്തു, അബ്സോർബ്ഡ് ബൈ ദി എർത്ത് സർഫസ്. ഓക്കെ, എത്രയാ, 51 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 35 നേരത്തെ റിഫ്ലക്ട് ചെയ്ത് പോയി, അതേപോലെ ഇപ്പൊ 51 നമ്മൾ പറഞ്ഞു. Then absorbed by the clouds and dust, absorbed by the clouds and dust, അതായത് ഒരു 14%, ഒരു 14 യൂണിറ്റ്സ്. ഓക്കെ, ഒരു 14 യൂണിറ്റ്സ് എന്ത് ചെയ്തു, നമ്മുടെ മേഘങ്ങളും അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ അബ്സോർബ് ചെയ്തു. അപ്പൊ ആ ഒരു 14 കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ടോട്ടൽ എത്രയായി, 100 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ 100 യൂണിറ്റ്സ് ഓഫ് സോളാർ എനർജി ഓർ ഇൻസോലേഷൻ അത് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ നോക്കിയേ. ഒന്നും കൂടി നമുക്ക് നോക്കാം. ടോട്ടൽ 100 യൂണിറ്റ് ആണെങ്കിൽ അതിൽ 35 യൂണിറ്റ്സ് എന്ത് ചെയ്തു, അറ്റ്മോസ്ഫിയർ റിഫ്ലക്ട് ചെയ്തു. അതേപോലെ തന്നെ 51 യൂണിറ്റ് അബ്സോർബ്ഡ് ബൈ ദി എർത്ത് സർഫസ് ആൻഡ് 14 യൂണിറ്റ് അബ്സോർബ്ഡ് ബൈ ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ 100 യൂണിറ്റ് ഇൻസോലേഷൻ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു. ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ബജറ്റ് ആണ്, ബാലൻസ് ബിറ്റ്വീൻ ഇൻസോലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇൻസോലേഷൻ എന്ന് പറയുമ്പോൾ സോളാർ എനർജി നമ്മുടെ ഭൂമിയിലേക്ക് റീച്ച് ചെയ്യുന്നതാണ് ഇൻസോലേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷനോ, ഇവിടെ എത്തിയിട്ടുള്ള ആ ഒരു ഇൻസോലേഷന്റെ ഭാഗമായി ഉണ്ടായ ആ ഒരു ഹീറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. രണ്ടും ഈക്വൽ ആവണം, ബാലൻസിങ് ആവണം. ആ ബാലൻസിങ് ആവുന്നതാണ് ഹീറ്റ് ബജറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻസുലേഷൻ 100 യൂണിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഈ വന്ന 100 യൂണിറ്റ് ഓഫ് എനർജി, അതല്ലെങ്കിൽ 100 യൂണിറ്റ് വന്നിട്ടില്ല, ആ 35 യൂണിറ്റ്സ് അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്ത് ചെയ്തു, റിഫ്ലക്ട് ചെയ്ത് പോയി. ബാക്കി 65 യൂണിറ്റ്സ് ആണ് ഇവിടേക്ക് വന്നത്, അറ്റ്മോസ്ഫിയറിലേക്കും. അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ എർത്ത് സർഫസ് അബ്സോർബ് ചെയ്തതുമായിട്ടുള്ളത് 65 യൂണിറ്റ്സ് ആണ്, അല്ലെ? 65 യൂണിറ്റ്സ് ആണ്. ആ 65 യൂണിറ്റ്സും എന്ത് ചെയ്യണം, തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോവണം. എങ്കിലേ അവിടെ ഹീറ്റ് ബജറ്റ് ആവുള്ളൂ, ഒരു ബാലൻസിങ് അവിടെ വരുള്ളൂ.
ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 100 യൂണിറ്റ്സും ഇവിടേക്ക് റീച്ച് ചെയ്തിട്ടില്ല. 35 യൂണിറ്റ്സ് അറ്റ്മോസ്ഫിയർ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോയി. അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്ത് നമ്മുടെ ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്ത 14% പ്ലസ് നമ്മുടെ എർത്ത് സർഫസ് അബ്സോർബ് ചെയ്ത 51%. ഇത് രണ്ടും കൂടെ എത്രയായി വരിക? രണ്ടും കൂടെ ചേർന്നിട്ട് 65% ആണ്. 65 യൂണിറ്റ്സ് ആണ്. അപ്പൊ 65 യൂണിറ്റ്സ് ഓഫ് എനർജിയാണ് നമ്മുടെ എർത്ത് സർഫസ് റിസീവ് ചെയ്യുന്നത്. ക്ലൗഡ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മുടെ എർത്ത് സർഫേസും റിസീവ് ചെയ്യുന്നത് 65 യൂണിറ്റ്സ് ആണ്. ആ 65 യൂണിറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റിഫ്ലക്ട് ചെയ്ത് മടക്കി അയക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 17%, അതേപോലെ ഒരു 34% എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ ആ ഒരു ടേബിളിലേക്ക് പോവാം. ഓക്കെ, അപ്പുറത്തെ പേജിലുള്ള ആ ഒരു ടേബിൾ നമുക്ക് നോക്കാം. ഇവിടെ the amount of energy reflected by the atmosphere and Earth's surface. ശ്രദ്ധിക്കാം. $35 units ആണ് amount of energy reflected by the atmosphere and Earth's surface. ഇത്രയാണ് 35 യൂണിറ്റ്സ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ഇവിടേക്ക് വരുന്ന 100 യൂണിറ്റിൽ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് 35 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ എനർജി റീച്ചിങ് ദി എർത്ത് സർഫസ്, നമ്മുടെ സർഫസിലേക്ക്, നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന എനർജി എത്രയാണ്? 51 യൂണിറ്റ്സ് ആണ്. എനർജി ഹെൽഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ മീൻസ് ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതൊക്കെ ചേർന്നതാണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഭാഗങ്ങളാണ് ഏത്? ക്ലൗഡ്സ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള വാട്ടർ മോളിക്യൂൾസ് ഒക്കെ എന്താണ്? അതെല്ലാം അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമാണ്. അതെല്ലാം അടങ്ങിയതാണ് അറ്റ്മോസ്ഫിയർ. സോ എനർജി ഹെൽഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്ന പിന്നെ എനർജി എത്രയാണ്? അത് 14% ആണ്. 14% ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? ടോട്ടൽ എനർജി റിസീവ്ഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ, ടോട്ടൽ എനർജി റിസീവ്ഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് സർഫസ് ഓഫ് ദി എർത്ത്. നമ്മുടെ സർഫസും അതേപോലെ തന്നെ നമ്മുടെ എർത്ത് സർഫസും അതേപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറും ടോട്ടലായിട്ട് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 51 പ്ലസ് 14, ദാറ്റ് ഈസ് 65 യൂണിറ്റ്സ് ഓഫ് എനർജിയാണ്. അത് നമ്മളിപ്പോൾ ഈ ഒരു പിക്ചറിന്റെ സഹായത്തോടെ പറയുകയും ചെയ്തു. ഓക്കെ, 51%, അതേപോലെ അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ചെയ്യുന്ന ഈ ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതൊക്കെയാണ് അറ്റ്മോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ചെയ്യുന്ന 14 യൂണിറ്റ്. സോ 51 പ്ലസ് 14, 65 യൂണിറ്റ്സ് ഓഫ് എനർജിയാണ് ടോട്ടലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറും അതേപോലെ എർത്ത് സർഫസും എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. ഈ 65 യൂണിറ്റ്സും പിന്നെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എന്നാണ് നമ്മൾ അപ്പുറത്തെ കോളത്തിൽ നോക്കാം. ഡയറക്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ 17 യൂണിറ്റ്സ് ആണ്. ആ 65-ല് 17 യൂണിറ്റ്സും എങ്ങനെയാണ്? ഡയറക്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോവാണ്. ചിത്രം കാണാൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 17% ഗോസ് ബാക്ക് ടു ദി ഔട്ടർ സ്പേസ്, ശൂന്യാകാശത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് മടങ്ങി പോവാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒരു 17 യൂണിറ്റ്സ് അങ്ങനെ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ പിന്നെ റീറേഡിയേറ്റ് ചെയ്യുക. ഓക്കെ, റീറേഡിയേറ്റിംഗ് ബാക്ക് ടു ദി ഔട്ടർ സ്പേസിലേക്ക് മടങ്ങി പോകുന്നത് ഒരു 17 യൂണിറ്റ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. പിന്നെ റേഡിയേഷൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണം എത്രയാ? അന്തരീക്ഷത്തിൽ നിന്നുള്ള മടങ്ങിപ്പോക്ക് റേഡിയേഷൻ എത്രയാ? 48 യൂണിറ്റ്. റേഡിയേഷൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ 48 യൂണിറ്റ്സ് ആണ്. ഈ ഒരു 48 യൂണിറ്റ്സ് ഏതാ? നമ്മൾ ഈ ഒരു ചിത്രത്തിൽ എവിടെയും 48 എന്ന് കാണുന്നില്ല. അപ്പൊ ഈ 48 എവിടെ നിന്ന് വന്നു? ഒന്നുകൂടി നമുക്ക് വായിക്കാം. റേഡിയേഷൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ, ഫ്രം ദി എർത്ത് സർഫസ് അല്ല പറയുന്നത്, റേഡിയേഷൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് അറ്റ്മോസ്ഫിയർ? ഈ ക്ലൗഡ്സ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി അടങ്ങിയതാണ് അറ്റ്മോസ്ഫിയർ. അപ്പൊ അവിടെ നിന്ന് ഒരു 48 യൂണിറ്റ്സ് റിട്ടേൺ ചെയ്ത് മടങ്ങി പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് അവിടെ ഒരു 48 യൂണിറ്റ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഒരു 34% കാണാം നിങ്ങൾക്ക്, 34 യൂണിറ്റ്സ്. ടെറസ്ട്രിയൽ റേഡിയേഷന്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ചെയ്യുന്ന ക്ലൗഡ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്യുന്ന 34 യൂണിറ്റ് കാണാം. അതേപോലെ നേരത്തെ ഇൻസുലേഷൻ നമ്മുടെ ഇവിടേക്ക് റീച്ച് ചെയ്യും, ഇൻസുലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് സോളാർ എനർജി റീച്ച് ചെയ്യുമ്പോൾ ഒരു 14%, ഒരു 14 യൂണിറ്റ്സ് ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, അബ്സോർബ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ ടെറസ്ട്രിയൽ റേഡിയേഷന്റെ ഭാഗമായിട്ട് ഒരു 34 യൂണിറ്റ് എന്തായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്, ഇതേ ഡസ്റ്റ് പാർട്ടിക്കിൾസും ക്ലൗഡ്സും ഒക്കെ. സോ ആ 14% പ്ലസ് 34% രണ്ടും കൂടെ ചേർന്നാൽ എത്രയായി, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 48 യൂണിറ്റ്സ് ആയി. ഓക്കെ, 34 പ്ലസ് 14 എത്രയായി, 48 യൂണിറ്റ്സ് ഓഫ് എനർജി ആയി. അപ്പൊ അതാണ് ആ 48 യൂണിറ്റ്സ്. ഓക്കെ, വീണ്ടും അപ്പുറത്തെ പേജിലേക്ക് പോവാം. So radiation from the atmosphere 48 units, total 48 units plus 17 units, that is 65 units. Total energy radiated back from the earth's surface and the atmosphere. നമ്മുടെ earth surface ന്നും atmosphere ന്നും കൂടെ ആകെ പുറന്തള്ളുന്ന, ആകെ തിരിച്ചു പോകുന്ന, മടങ്ങി പോകുന്ന എനർജി എന്ന് പറയുന്നത് എത്രയാണ്, 65 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ earth surfaceും ശ്രദ്ധിക്കണം, നമ്മുടെ എർത്ത് സർഫസും അതേപോലെ അറ്റ്മോസ്ഫിയറും ആകെ റിസീവ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 65 യൂണിറ്റ്സ് ആണ്. അതേ എർത്ത് സർഫസും അറ്റ്മോസ്ഫിയറും റേഡിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറന്തള്ളുന്ന, റിലീസ് ചെയ്യുന്ന, റിഫ്ലക്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നതും എത്രയാണ്, 65 യൂണിറ്റ്സ് ആണ്. സോ ദർ ഈസ് എ ബാലൻസ്. അവിടെ എന്തുണ്ട്, ഒരു ബാലൻസ് ഉണ്ട് ബിറ്റ്വീൻ insolation and terrestrial radiation. That is called a heat budget. എത്ര യൂണിറ്റ് ഓഫ് എനർജി ഇവിടെ എത്തിയോ അത്രയും യൂണിറ്റ് ഓഫ് എനർജി ഇവിടുന്ന് തിരിച്ചു പോകുന്നുമുണ്ട്. അവിടെ ഒരു ബാലൻസിങ് അവിടെ നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ്. അതിനെയാണ് നമ്മൾ ഹീറ്റ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിളും നേരത്തെ കണ്ട ഒരു ചിത്രവും ഒക്കെ നല്ലതുപോലെ ശരിക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. Now you might have understood that the entire energy reaching the Earth's surface is returned to the outer space through various means. അതായത് ഇവിടേക്ക് എത്തുന്ന, നമ്മുടെ എർത്ത് സർഫസിലേക്ക് എത്തുന്ന മുഴുവൻ എനർജിയും പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക്, ശൂന്യാകാശത്തേക്ക് മടങ്ങി പോകുന്നുണ്ട്. ത്രൂ ദിസ് ഹീറ്റ് ബാലൻസിംഗ് പ്രോസസ് ടേംഡ് ആസ് ഹീറ്റ് ബജറ്റ്, ദി സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ഈസ് കെറ്റ് ബാലൻസ്ഡ്. ഈ ഒരു ഹീറ്റ് ബാലൻസിങ് പ്രോസസ്സ്, ഹീറ്റ് ബജറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഹീറ്റ് ബാലൻസിങ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ഈസ് ഗെറ്റ് ബാലൻസ്ഡ്. നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ, നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഒരു സന്തുലിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു ഹീറ്റ് ബജറ്റ് ഇല്ലെങ്കിലോ, താഴെതാണ് ചോദ്യം, what would happen if there was no heat balancing process? ഇങ്ങനൊരു ഹീറ്റ് ബാലൻസിങ് പ്രോസസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഇവിടേക്ക് വരുന്ന എനർജി മുഴുവൻ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നില്ലെങ്കിൽ എന്താ സ്ഥിതി? ഇവിടെ ചൂട് കൂടും, ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ദിസ് വുഡ് അഫക്ട് ദി വെരി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടാൻ കാരണമാവും. ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടിയാൽ ഇവിടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നത്തിലാവും, അപകടത്തിലാവും എന്നതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ദെൻ നമ്മൾ ടെമ്പറേച്ചറിലേക്ക് കടക്കുകയാണ്. അടുത്ത ഒരു ഹെഡിങ് ആണ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ദി ബാലൻസ് ബിറ്റ്വീൻ ഇൻസോലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ്. ഓക്കെ, നമ്മുടെ എർത്ത് സർഫസും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറും ആകെ റിസീവ് ചെയ്തിട്ടുള്ള 65 യൂണിറ്റ്സ് ഓഫ് എനർജി എങ്ങനെയൊക്കെയാണ് റിഫ്ലക്ട് ചെയ്ത് പോയത് എന്ന് നമ്മളിവിടെ നോക്കി. ദെൻ നെക്സ്റ്റ്, ടെമ്പറേച്ചർ. അറിയാലോ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചിതമായ ഒരു വാക്കാണ്, താപനില എന്നൊക്കെ പറയാം. യു ഹാവ് ലേൺ ദാറ്റ് ദി എർത്ത് സർഫസ് ആസ് വെൽ ആസ് ഇറ്റ്സ് നിയർ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. അതായത് ഇൻസുലേഷനിലൂടെയാണ് നമ്മുടെ എർത്ത് സർഫസും അതേപോലെ തന്നെ സർഫസിനോട് ചേർന്നിട്ടുള്ള അറ്റ്മോസ്ഫിയർ പോർഷനൊക്കെ ചൂടാവുന്നത് അല്ലെങ്കിൽ ചൂട് പിടിക്കുന്നതെന്ന് നമുക്കറിയാം.
And temperature is the degree of hotness of the atmosphere. Temperature is the degree of hotness of the atmosphere. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പിന്നെ ചൂടിന്റെ താപത്തിന്റെ ആ ഒരു തീവ്രതയുടെ അളവാണ് താപനില എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മുടെ അന്തരീക്ഷത്തിലെ താപത്തിന്റെ ഒരു തീവ്രതയുടെ അളവാണ് താപനില. ഓക്കെ, ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദി വെതർ കണ്ടീഷൻ അറ്റ് 2 PM ദാറ്റ് ദി മെറ്റീരിയോളജിസ്റ്റ് മെഷർ ദി മാക്സിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. അതായത് നമ്മൾ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് എന്നാ പറയുന്നത്. And the minimum temperature is taken just before the sunrise. അതേപോലെ തന്നെ മിനിമം ടെമ്പറേച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതോ ജസ്റ്റ് ബിഫോർ ദി സൺറൈസ്. ഓക്കെ, മാക്സിമം ടെമ്പറേച്ചർ 2 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും, മിനിമം ടെമ്പറേച്ചർ സൂര്യോദയത്തിന് മുന്നേ ജസ്റ്റ് ബിഫോർ ദി സൺറൈസ്. ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും താഴെയുണ്ട്. ഡിസ്കസ് വൈ ദി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചേഴ്സ് are being recorded at 2 PM and just before sunrise respectively. എന്തുകൊണ്ടാണ് മാക്സിമം ടെമ്പറേച്ചർ 2 മണിക്ക് റെക്കോർഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മിനിമം ടെമ്പറേച്ചർ സൺറൈസിന് മുന്നേ റെക്കോർഡ് ചെയ്യുന്നത്? അതിനുള്ള ആൻസർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിനെ കാണേണ്ടതില്ല. ഓക്കെ, ഇതുവരെ അങ്ങനെ എക്സാമിന് ഒരു ചോദ്യം വന്നിട്ടൊന്നുമില്ല. എങ്കിലും ആൻസർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ദി മാക്സിമം 2 കാര്യങ്ങളാണ് ചോദിച്ചത്. വൈ 2 PM ആൻഡ് വൈ ജസ്റ്റ് ബിഫോർ സൺറൈസ്, അല്ലേ? എന്തുകൊണ്ട് മാക്സിമം ടെമ്പറേച്ചർ 2 PM റെക്കോർഡ് ചെയ്യുന്നു? എന്തുകൊണ്ട് മിനിമം ടെമ്പറേച്ചർ സൺറൈസിന് മുന്നേ റെക്കോർഡ് ചെയ്യുന്നു? അപ്പോൾ ആദ്യത്തേനുള്ള ആൻസർ ആദ്യം പറയാം. ദി മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ദി സൺസ് റേസ് ഈസ് അറ്റ് 12 noon. അതായത് ഏറ്റവും ചൂട്, സൂര്യപ്രകാശത്തിന് ഏറ്റവും ചൂടുണ്ടാവുക 12 മണിക്കാണ്. പക്ഷെ എന്നാലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് 2 മണിക്കാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ബട്ട് ദി മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് ഫെൽറ്റ് അറ്റ് അബൌട്ട് 2 in the afternoon because it takes about 2 hours to heat the atmosphere by the terrestrial radiation. അപ്പോൾ 12 മണിക്കാണ് ഏറ്റവും ഇന്റൻസിറ്റി കൂടിയ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് എങ്കിലും ദി മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് ഫെൽറ്റ് അറ്റ് അബൌട്ട് 2. അതായത് അന്തരീക്ഷത്തിന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് 2 മണിക്കാണ്. കാരണം ഇറ്റ് ടേക്സ് അബൌട്ട് 2 hours to heat the atmosphere by terrestrial radiation. അതായത് സൂര്യപ്രകാശം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് തിരിച്ച് ടെറസ്ട്രിയൽ റേഡിയേഷനും കൂടി ആരംഭിക്കുമ്പോഴാണ് അന്തരീക്ഷം മാക്സിമം ചൂട് പിടിക്കുന്നത്. അത് ഏകദേശം 2 മണിക്കാണ്. That is why the maximum temperature of the day is recorded at 2 in the afternoon. അതുകൊണ്ടാണ് 2 മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മാക്സിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇന്റൻസിറ്റി കൂടിയ സൺറൈസ് കിട്ടുന്നത് 12 മണിക്കാണ്. വെർട്ടിക്കലായിട്ട് നമ്മുടെ തലയുടെ നേരെ മുകളിൽ സൂര്യൻ എത്തുന്നത് 12 മണിക്കാണ്, നമുക്കറിയാം. പക്ഷേ ആ ഒരു ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആവുന്നത് ഒരു 2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട്, ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കെ ആരംഭിച്ച് ഒരു 2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ്. സോ അതുകൊണ്ടാണ് 2 മണിക്ക് നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത്. Then similarly, the atmospheric temperature decreases very slowly and it is only after 4 in the morning that the atmospheric temperature falls. അതായത് അന്തരീക്ഷത്തിന്റെ ആ ഒരു ചൂട് വളരെ മെല്ലെയാണ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. It is only after 4 in the morning that the atmospheric temperature falls. ഏകദേശ കണക്ക് പ്രകാരം ഒരു ആവറേജ് ആയി നമ്മൾ പറയുകയാണെങ്കിൽ പുലർച്ചെ 4 മണിക്ക് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് അന്തരീക്ഷ താപനില പെട്ടെന്ന് ഗണ്യമായിട്ട് കുറയാൻ തുടങ്ങുക. സോ the minimum temperature of the day is recorded at 5 in the morning, that is just before sunrise. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ നമ്മൾ ആ 4 മണിക്ക് ശേഷം, അതായത് ഒരു 5 മണിക്കാണ്. അതായത് മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ജസ്റ്റ് ബിഫോർ സൺറൈസ്, സൂര്യോദയത്തിന് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്തായാലും സൂര്യോദയത്തിന് മുന്നേ എന്തായാലും ചെയ്യണം. സൂര്യോദയം തുടങ്ങിയാൽ, സൺറൈസ് സ്റ്റാർട്ട് ചെയ്താൽ അഗെയിൻ ഇൻസോലേഷൻ അവിടെ തുടങ്ങി, ചൂട് ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങിയപ്പോൾ സൺറൈസിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ ഇവിടെ നമ്മൾ പറഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? പല കുട്ടികൾക്കും അറിയാം. ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് തെർമോമീറ്റർ. വീണ്ടും ഒരു ആക്ടിവിറ്റി പറയുന്നു, പക്ഷെ അത് സ്കൂൾ ബേസ്ഡ് ചെയ്യാനുള്ള കാര്യമാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാനൊക്കെയാണ്. അത് സ്കൂളിൽ ഉള്ള സമയത്ത് സ്കൂളിലെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. തൽക്കാലം ഓൺലൈൻ ക്ലാസ്സുകളാവുമ്പോൾ, കുട്ടികൾ വീട്ടിലാകുമ്പോൾ നമുക്കത് പോസിബിൾ അല്ല. Look at the weather information shown in figure 1.4. The terms maximum and minimum temperatures or usages quite familiar to you since they frequently appear in the media. അതായത് നമ്മൾ വാർത്തകളിലൊക്കെ എപ്പോഴും കാണുന്ന, കേൾക്കുന്ന യൂസേജസ് ആണ് മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാർട്ട്, ഒരു കുറച്ച് ഡീറ്റെയിൽസ് അപ്പുറത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം.
ഒരു വെതർ ഇൻഫോർമേഷൻ. നമ്മുടെ കേരളത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ കൊച്ചിയിലെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ട്രിവാൻഡ്രത്തെയും മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാ കൊടുത്തത് നമുക്ക് നോക്കാം. സോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അങ്ങനെ 2 മാർക്കിന്റെ 4 മാർക്കിന്റെ ചോദ്യം ടോട്ടൽ നമ്മൾ ഇവിടെ പറയാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ വാട്ട് ഈസ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? The difference between maximum and minimum temperature of a day is called diurnal range of temperature. അതായത് ഒരു ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ദിവസം 24 hours ഒരേ ടെമ്പറേച്ചർ അല്ല ഉണ്ടാവുക. പിന്നെയോ ഒരു മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവും, അല്ലേ? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ എന്നോടൊന്ന് ജസ്റ്റ് എഴുതാം. മാക്സിമം ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിനിമം ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ഡിഗ്രിയാണ്. സോ ഇവിടെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സോ മാക്സിമം മൈനസ് മിനിമം, ആ ഒരു ഡിഫറൻസ് ആണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. Okay, so the difference between maximum and minimum temperatures of a day is called diurnal range of temperature. Okay, diurnal range of temperature. അതിന്റെ ഒരു ഫോർമുല ആക്കി, ഒരു ഇക്വേഷൻ ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ. നമ്മളിപ്പോൾ ചെയ്തല്ലോ, ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കിട്ടുക? മാക്സിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ. ഓക്കെ, 30ഉം 20ഉം ആണെങ്കിൽ അങ്ങനെ, 10ഉം 5ഉം ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ദെൻ മറ്റൊരു ടേം നമ്മൾ പരിചയപ്പെടുകയാണ്. ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് ടേംഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. നേരത്തെ പറഞ്ഞത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്, അതായത് മാക്സിമം മിനിമം ഡിഫറൻസ് ആണ് അവിടെ വരിക. എന്നാൽ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ് ആസ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. എന്താ വിളിക്കുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ ദൈനിക ശരാശരി താപനില എന്നൊക്കെയാണ്. തൽക്കാലം നമുക്ക് അതിനേക്കാളും നല്ലത് ഇംഗ്ലീഷാണ്. അതേപോലെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ദൈനിക താപാന്തരം എന്നൊക്കെയാണ്. ഓരോ ദിവസമുള്ള താപാന്തരം, താപവ്യത്യാസം, ഡിഫറൻസ്, അല്ലെ? സോ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു. നൗ ഡെയിലി മീൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ കാണുക? ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. താഴെ പറയുന്നുണ്ട് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. ആ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. സോ ഡെയിലി മീൻ ടെമ്പറേച്ചർ ഈസ് equal to maximum temperature of the day plus minimum temperature of the day divided by 2. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂടി കൂട്ടിയിട്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി? ഡെയിലി മീൻ ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസിയാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതുമാണ്. അപ്പോൾ നമുക്കത് 2, 3 ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ഒരു ആക്ടിവിറ്റി, കാൽക്കുലേറ്റ് ഡയനൽ range and daily mean temperature of the places shown in weather report 1.4. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കൊച്ചിയുടെയും ട്രിവാൻഡ്രത്തിന്റെയും ഇത് രണ്ടും നമ്മൾ കാണാൻ പോവാണ്. ഇത് രണ്ടും ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് കാണണം, അതേപോലെ തന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചർ നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കൊച്ചി എടുക്കാം. നമ്മൾ കൊച്ചിയുടെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാണാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുക? ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരച്ചു. ഇനി നമ്മൾ അവിടെ ഒന്ന് എഴുതി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കാണേണ്ടത് കൊച്ചിയുടെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? മാക്സിമം മൈനസ് മിനിമം ആണ്, അല്ലേ? സോ കൊച്ചിയുടെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? മാക്സിമം ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? 26 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലേ? ഏതാണ്? മാക്സിമം 32, അതേപോലെ മിനിമം എന്ന് പറയുന്നത്
26ഉമാണ്. സോ 32 മൈനസ് 26 നമുക്ക് എന്ത് കിട്ടും? 32 മൈനസ് 26 ആണ്. ആൻസർ എന്ത് കിട്ടും നമുക്ക്? 6 എന്ന് കിട്ടും അല്ലെ? ആൻസർ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. അപ്പൊ കൊച്ചിയുടെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി കൊച്ചിയുടെ തന്നെ എന്താ നമുക്ക് വേണ്ടത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണ്. ഡെയിലി മീൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ അതായത് 32 പ്ലസ് മിനിമം ടെമ്പറേച്ചർ എത്രയാ? 26 ഡിവൈഡഡ് ബൈ 2. എന്ത് കിട്ടും? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ അല്ലേ? അതായത് 32 പ്ലസ് 26 എത്രയാ? 58 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2 അല്ലേ? 58 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 58 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? ആൻസർ 29 എന്ന് കിട്ടും. 29. സോ ഡെയിലി മീൻ ടെമ്പറേച്ചർ എത്രയാ? 29 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ കൊച്ചിയുടെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും കിട്ടി, ഡെയിലി മീൻ ടെമ്പറേച്ചറും കിട്ടി. ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എത്രയാണ്? 6 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എത്രയാണ്? 29 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പൊ കൊച്ചി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ട്രിവാൻഡ്രത്തിന്റെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ കൊച്ചി കഴിഞ്ഞു, ഇനി ട്രിവാൻഡ്രം TVM. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെയൊക്കെയാണ്? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? TVM 33 ആണ്. മൈനസ് മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? 28 ആണ് അല്ലെ? അപ്പോൾ 33 മൈനസ് 28. ആൻസർ എത്ര കിട്ടും നമുക്ക്? ആൻസർ 5 എന്ന് കിട്ടും. സോ ഇവിടെ എത്ര? പിന്നെ ആൻസർ എന്താ വരുന്നത്? അപ്പോൾ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത്, അതായത് ഡെയിലി മീൻ ടെമ്പറേച്ചർ ഓഫ് ട്രിവാൻഡ്രം അല്ലെ? ട്രിവാൻഡ്രത്തിന്റെ ഡെയിലി മീൻ ടെമ്പറേച്ചർ അതെങ്ങനെയൊക്കെയാണ്? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 33 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2. ആൻസർ എന്ത് കിട്ടും? 61 ഡിവൈഡഡ് ബൈ 2. ആൻസർ നമുക്ക് ഒരു പോയിന്റ് വരും, 30.5 എന്ന്. 30.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. ഓക്കെ, 30.5 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ആൻസർ വരിക. അപ്പോൾ അതും നമുക്ക് കിട്ടി. ട്രിവാൻഡ്രത്തിന്റെ ഡെയിലി മീൻ ടെമ്പറേച്ചറും നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? ഈ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും അതേപോലെ ഡെയിലി മീൻ ടെമ്പറേച്ചറും കണ്ടെത്താനുള്ളത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവാറുണ്ട്. നിർബന്ധമായിട്ടും ആ 2 ഇക്വേഷനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ആ 2 ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. കുറെ നീട്ടിപ്പോകുന്നില്ല. ചെറിയൊരു കാര്യം കൂടി അവിടെ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന മാക്സിമം മിനിമം തെർമോമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്, ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പേജിൽ നമ്മൾ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. രണ്ടിന്റെയും ഇക്വേഷൻസ് പ്രത്യേകം മാറിപ്പോവാതെ. ഇവിടെ സാധ്യത എളുപ്പമുള്ള ഇക്വേഷൻ ആണെങ്കിലും ഇവിടെ ഒരു സാധ്യത ഉണ്ട്. എന്തിനുള്ള സാധ്യത? മാറിപ്പോവാനുള്ള. ഡെയിലി മീൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡയനൽ റേഞ്ച് ചെയ്തും, ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചറിന്റെ ഫോർമുല വെച്ച് ചെയ്യും. അങ്ങനെ തെറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ ദി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ക്യാൻ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദി ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. അതായത് ഓരോ സ്ഥലത്തും റെക്കോർഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്, താപ വിതരണ ഭൂപടം, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. Look at the map. You can see smooth curved lines connecting the places having equal temperature. This is the method used to represent the distribution of temperature in maps. The imaginary lines connecting places
having equal atmospheric temperature are called isotherms. Important ആണ്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്മൂത്ത് കർവ്ഡ് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, ഫ്രീ ആയിട്ട് വരച്ചിട്ടുള്ള, ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചിട്ടുള്ള ലൈൻസ് ആണ് അല്ലെ, സ്മൂത്ത് കർവ്ഡ് ലൈൻസ് കണക്ടിങ് ദി പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ. അതായത് ഒരേ ടെമ്പറേച്ചർ ഉള്ള പ്ലേസസിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ ഇപ്പോൾ ഇതിങ്ങനെ പാസ് ചെയ്ത് ഈ ഒരു ലൈൻ ഈ പാസ് ചെയ്ത് പോകുന്ന എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. സോ അങ്ങനെയുള്ള സ്മൂത്ത് കർവ്ഡ് ലൈൻസ് കണക്ടിങ് ദി പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ, അതിനെ വിളിക്കുന്ന പേരാണ് ഐസോതേർംസ്. ഓക്കെ, അത് വേറൊരു സെന്റൻസ് ആക്കി ഇവിടെ പറയാണ്, ദി ഇമാജിനറി ലൈൻസ് കണക്ടിങ് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫെറിക് ടെമ്പറേച്ചർ. ഇമാജിനറി ലൈൻസ് connecting places having equal atmospheric temperature are called isotherms. അതായത് ഒരേ അന്തരീക്ഷ താപനിലയുള്ള ഒരേ ടെമ്പറേച്ചർ ഉള്ള പ്ലേസസിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ്, സ്മൂത്ത് കർവ്ഡ് ഇമാജിനറി ലൈൻസ് ആണ് ഐസോതേർംസ് എന്ന് അറിയപ്പെടുന്നത്, സമതാപ രേഖകൾ, ഐസോതേർംസ് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് യു നോ ദാറ്റ് ടെമ്പറേച്ചർ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓൺ എർത്ത് സർഫസ്. അതായത് ടെമ്പറേച്ചർ ഓരോ സ്ഥലത്തും ഓരോ ടെമ്പറേച്ചർ എല്ലാ സ്ഥലത്തും ഒന്നല്ല, ഡിഫറെന്റ് ആണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി റീസൺ ബിഹൈൻഡ് ദിസ്. അപ്പൊ ടെമ്പറേച്ചറിൽ ആ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ എന്നതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകും. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ഐസോതേർംസ് എന്നത് വരെ നമുക്ക് ഇന്നിവിടെ പഠിക്കാം അല്ലേ. ഓക്കെ, സോ വി ആർ കൺക്ലൂഡിങ് ഹിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ശരി, താങ്ക് യു.